മാഷ് അറിഞ്ഞോ? നമ്മുടെ സേതാലി വരുന്നുണ്ട്. അപ്പോ കൃഷ്ണന് കോളായല്ലോ. എന്തു കോളാ മാഷെ. അല്ല മാഷെ, മാഷക്കും ഒന്ന് ഈ ദുബായിലൊക്കെ പോയി കൂടെ? ഓ, കൃഷ്ണൻ എന്താ NOC കച്ചവടം വല്ലതും ഉണ്ടോ? വീടിന്റെ പണി എവിടെ വരെ എത്തി? ഇനി എമ്പാടും ബാക്കിയുണ്ട്. സിമെന്റും കമ്പിയൊന്നും വന്നിട്ടില്ല. അന്നെ കാത്തിരിക്കാം നമ്മൾ. പോണതിന് മുമ്പ് അങ്ങോട്ട് മാറാൻ പറ്റുമോ? പറ്റാണ്ട് എന്താ ചെയ്താലി? ഇത്രയും പാടെ പണിയുണ്ട്. നമ്മളല്ലേ എന്റെ കൂടെ. ആളെ രാത്രി നിർത്തി പണിയെടുപ്പിക്കണം. എനിക്കൊന്ന് കുളിക്കണം. വെള്ളം ചൂടാക്കാം. വേണ്ട, പച്ചവെള്ളം മതി. ചൂടുള്ള രാജ്യത്തൊന്ന് നോക്കരുത്. ഇനി ഇവിടെയും ചൂടാ. നീ എന്താ ഒളിച്ചു കളിക്കുന്നത്? എല്ലാവരും തച്ചുപിടിക്കട്ടെ. വെള്ളം കോരി വെച്ചിട്ടുണ്ട്. മോൻ പോയി കുളിക്കാം. ഇതിന്റെ അകത്ത് എങ്ങനെ കുളിക്കുക? നല്ല സുഖ കുളിക്കാൻ. ഈ ഓലന്റെ അകത്തൊക്കെ തേരട്ട കാണുന്നത്. അകം നല്ല വെടുപ്പാ. ഇതപ്പടി പുക ചോദിക്കുന്ന നസീമ. എന്നാ എനക്ക് വേണ്ട. ഈയോന് ചായ കൊടുത്തില്ലേ? ഓന് വേണ്ടെന്ന് പറഞ്ഞു. അത് പോ ചോദിക്കുന്നെന്ന്. ആ പോട്ടെ, സാരില്ല. ഈ ചോറിന്റെ കാര്യം നോക്ക്. ഓന്റെ കൂടെ ചോറുണ്ട ആരെങ്കിലും കാണും. ചോദിച്ച് സിമെന്റ് മുഴുവൻ കിട്ടിയാല് കോൺക്രീറ്റിന്റെ പണിയും തേപ്പും തീരും. ഒന്ന് ഉത്സാഹിച്ചാല് അടുത്ത മാസം ഇങ്ങോട്ട് താമസം മാറ്റാം. ഇനിയും മേപ്പോട്ട് എടുക്കുന്നുണ്ടോ? യവൻ ആരടാ? സിമെന്റിന് ഇനി ആരെയാ കാണണ്ടേ? എണ്ണം പറയാനാണെങ്കിൽ സിമെന്റ് കമ്പനിയുടെ മുതലാളിനെ വരെ കാണണം. കിട്ടിയാ കിട്ടി, അത്ര തന്നെ. ഞമ്മള് വിചാരിച്ച സംഖ്യക്ക് തീർന്നു കിട്ടിയ ഭാഗ്യം. ഇവിടുന്ന് ഞാനൊരു വില എഴുതി കത്ത് അനക്ക് ദുബായി കിട്ടുമ്പോഴേക്കും എഴുതിയതിന്റെ ഇരട്ടി വില ഇവിടെ കയറും. പിന്നെന്ത് ചെയ്യും? ഇനി ബാക്കിയുള്ള പണികളും പെയിന്റിംഗ് എല്ലാം കൂടി ഒരു 20 തീരുമോ? 20? ഈ എന്തെടുത്താ പറയണേ? കുറഞ്ഞത് 35 വേണം. മമ്മദ്ക്ക, ബനിയൻ എങ്ങനെയുണ്ട്? കൊള്ളാം സഹചാരി, വാച്ചും കൊള്ളാം.
മതി. കഴിക്കുമോനെ. മതി പൊന്നെ. ദേ നോക്കിക്കേ, വയറിപ്പ് പൊട്ടും. നിങ്ങൾ വെള്ളം കുടിക്കും. നിങ്ങളുടെ ഹാലാക്കിലെ ഒരു തീറ്റി. അടച്ചോളെ ഇന്നായിട്ട് വയറ് നിറച്ച് ചോറും ഇന്നെ. ഇതെന്നെ കരി പിടിച്ചേക്കണേ. നീ കത്തിച്ചോ, നല്ല വെളിച്ചുണ്ടാവും. എന്റെ മുത്തിനെ ഞാൻ കാത്തെടുക്കായിരുന്നു. നീ എന്താ പെട്ടെന്ന് വരാഞ്ഞേ? വന്നവരൊക്കെ പോണ്ടേ, രാത്രിയാവട്ടെ, ഉമ്മ കിടക്കണ്ടേ? എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് നിങ്ങൾ എന്തിനാണ് എങ്ങോട്ടോ പോയത്? എന്നെ ഒരു രാജകുമാരിനെ പോലെ നോക്കാൻ ഞാൻ നിങ്ങളെ വിടൂല്ല. ഞാൻ പോകൂല. തീർച്ച. ആ, ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അനക്ക് കാണണ്ടേ? വേണ്ട. അതെന്ത്? എനിക്ക് അതൊന്നും വേണ്ട. പിന്നെ എനിക്ക് വേണ്ടത് നിങ്ങളെയാണ്. കബറിലേക്ക് താഴ്ന്നത് വരെ എന്റെ കൂടെ നിങ്ങൾ വേണം. എന്റെ നസീമ, നീ എന്താ മോളെ ആലോചിക്കുന്നത്?